അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:27 കഷ്ടപ്പാടുകൾ, രോഗങ്ങൾ തുടങ്ങിയവ ദൈവം എന്തിനനുവദിക്കുന്നു? ഇത് മനുഷ്യർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയത്രേ. എൻ്റെ ജീവിതത്തിലും ഒത്തിരി കഷ്ടപ്പാടുകളും സഹനങ്ങളും രോഗങ്ങളെല്ലാം ദൈവം അനുവദിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ ആ രോഗത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കാരണം ഇന്ന് ജീവിക്കുന്ന രക്ഷകനായ യേശുനാഥനിലേക്ക് എന്നെ കൊണ്ടുവന്നെത്തിച്ചത് എൻ്റെ രോഗമാണ്. സങ്കീർത്തനങ്ങൾ 128:1-2 കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ ദാനഫലം നീ അനുഭവിക്കും, നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ കൈവരും. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവനാണ് ഭാഗ്യവാൻ എന്ന് ഈശോ പറയുന്നു. എന്നാൽ എനിക്ക് ആ ഭാഗ്യം ലഭിച്ചത് എൻ്റെ 21-ാമത്തെ വയസ്സിലാണ്. സങ്കീർത്തനങ്ങൾ 23 കർത്താവിൻ്റെ ഇടയൻ. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ജീവിതയാത്രയിൽ ഇടറി വീഴുന്ന സന്ദർഭങ്ങൾ ഏറെയാണ്. തളർന്ന മനസ്സും നിവരാത്ത കാലുകളുമായി ജീവിതം അങ്ങനെ ഇഴഞ്ഞു നീങ്ങുമ്പോഴാണ് അവിചാരിതമായി അവർ ഈശോ എന്ന നാമത്തെ പരിചയപ്പെടുന്നത്. ആദ്യ ദർശനത്തിൽ തന്നെ പ്രത്യാശയുടെ പുതുവത്സരമാണ് കർത്താവ് അവർക്കായി കരുതി വെച്ചത്. പിന്നീട് അങ്ങോട്ട് കൈപിടിച്ച് കൂടെ നടന്ന യേശുവിനെ കുറിച്ചാണ് അജിത് സാറിനും കുടുംബത്തിനും ജീവിതകാലം അത്രയും സാക്ഷ്യപ്പെടുത്തുവാനുള്ളത്. എനിക്ക് 2 വയസ്സായ സമയത്ത് എൻ്റെ അപ്പൻ്റെ അപ്പൻ കിഡ്നി സംബന്ധമായ അസുഖം മൂലം ജൂബിലി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുകയും അപ്പാപ്പനെ കാണുന്നതിന് വേണ്ടി ഞാൻ അച്ഛനും അമ്മയും കൂടിയിട്ട് ദിവസവും എന്നെ കൊണ്ടുപോകുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഡോക്ടർമാരൊക്കെ ആയിട്ട് കമ്പനിയായി. അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ മകന് പോളിയോ വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും അങ്ങനെ എനിക്ക് പോളിയോയ്ക്കെതിരുള്ള ഇഞ്ചക്ഷൻ എടുക്കുകയും അരക്കീഴ്പോട്ട് ആകെ തളർന്നു പോവുകയും ചെയ്തു. മരിച്ചു എന്ന അവസ്ഥയിലെത്തിയതാണ്. പിന്നീട് അരക്ക് കീഴ്പോട്ട് കൂടുതലായിട്ട് ബാധിക്കുകയും തണ്ടലിനും ബാധിച്ചിരുന്നു. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു. 5 വയസ്സായപ്പോൾ കുട്ടി സ്കൂളിൽ പോകാനും ബുദ്ധിമുട്ടായി. പിന്നെ അമ്മ എടുത്തുകൊണ്ടൊക്കെ ആയിരുന്നു സ്കൂളിൽ പോയിരുന്നത്. ബസ്സിൽ അടുത്ത സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത് 5 വരെ. അത് കഴിഞ്ഞ് പിന്നെ വൽപ്പട ഹൈസ്കൂളിൽ ചേർത്താനും ബസ്സിൽ കയറ്റുവാനും വളരെ ബുദ്ധിമുട്ടോടു കൂടിയാണ് എടുത്തുകൊണ്ട് വരുന്നത്. 4 വരെ ഉള്ള സ്കൂൾ SNDP LP സ്കൂളാണ് തൊട്ടടുത്തുള്ളത്. അവിടേക്ക് അമ്മ എടുത്തുകൊണ്ട് പോയി എന്നെ പഠിപ്പിക്കും. അങ്ങനെ 4ാം ക്ലാസ് വരെ വിജയകരമായിട്ട് പൂർത്തീകരിച്ചു. പിന്നീട് തൊട്ടടുത്തൊന്നും 5 മുതലുള്ള ക്ലാസ്സുകളില്ല. പിന്നീട് കുറച്ച് 2 കിലോമീറ്റർ അകലെ മലപ്പാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് 5 മുതലുള്ള ക്ലാസ്സുകളുണ്ടായിരുന്നത്. അങ്ങനെ അവിടേക്ക് പോകുവാനായിട്ട് വണ്ടികളൊന്നും ഏൽപ്പിക്കേണ്ട വിധത്തിലുള്ള സാമ്പത്തിക സ്ഥിതി ആയിരുന്നില്ല ഞങ്ങളുടേത്. അതിനാൽ എൻ്റെ അമ്മ എന്നെ ബസ്സിൽ എടുത്തു കയറ്റി കൊണ്ടുപോയാണ് പഠിപ്പിച്ചിരുന്നത്. പല ദിവസങ്ങളിലും ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ തട്ടിത്തറഞ്ഞ് വീഴുമായിരുന്നു. വീണ് കഴിഞ്ഞാൽ എൻ്റെ ഷൂസ് കേടായി പോകും. പിന്നീട് എനിക്ക് ഒരാഴ്ചയോളം ആ ഷൂസ് ശരിയാക്കി കിട്ടുന്നവരെ വീട്ടിലിരിക്കേണ്ടി വരുമായിരുന്നു. അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഞാൻ പഠിച്ചത്. സ്കൂളിലായാലും മറ്റു കുട്ടികളെല്ലാം കളിക്കാനെല്ലാം പോകുമ്പോൾ ഞാൻ എൻ്റെ രോഗത്തെ ഓർത്ത് കരയുമായിരുന്നു. അങ്ങനെ ഒത്തിരി നിരാശയും ദുഃഖവും നിറഞ്ഞതായിരുന്നു എൻ്റെ ജീവിതം. എങ്കിലും എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടായിരുന്ന ഏക ആശ്വാസം പഠിക്കുവാനുള്ള കഴിവ് ദൈവം എനിക്ക് തന്നിരുന്നു എന്നത് മാത്രമായിരുന്നു. SLCയും പ്രീ ഡിഗ്രിയും വളരെ ഉയർന്ന മാർക്കോടുകൂടി ഞാൻ പാസ്സായി. എന്നാൽ നാട്ടിക ശ്രീനാരായണ കോളേജിൽ BCom പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു വലിയ തകർച്ച കൂടി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. 2ാം വർഷത്തിലെ 2ാമത്തെ പേപ്പർ പരീക്ഷ ദിവസം ഞാൻ കോളേജിലേക്ക് പോയെങ്കിലും ടെൻഷൻ മൂലം എനിക്ക് പരീക്ഷയൊന്നും ഭംഗിയായിട്ട് എഴുതാൻ സാധിച്ചില്ല. വളരെ നിരാശയോട് കൂടിയാണ് ഞാനന്ന് കോളേജിൽ നിന്ന് മടങ്ങി വന്നത്. അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഷോക്കായിരുന്നു. കാരണം എൻ്റെ അച്ഛനമ്മമാർക്ക് അല്പമെങ്കിലും ആശ്വാസം കൊടുക്കാൻ എനിക്ക് സാധിച്ചിരുന്നു എൻ്റെ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമായിരുന്നു. ആ വിദ്യാഭ്യാസം തകർന്നു പോയല്ലോ എന്നോർത്ത് ഞാൻ ആകെ ദുഃഖിച്ചു. പിന്നീട് മരിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഞാനൊന്ന് പഠിപ്പിലേക്ക് തിരിച്ചു വരാനായിട്ട് പഠിക്കാൻ ഉത്സാഹം കിട്ടുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ അച്ഛനമ്മമാർ പലവിധത്തിലുള്ള വഴിപാടുകളൊക്കെ ആയി നീങ്ങി പലവിധത്തിലുള്ള മന്ത്രവാദങ്ങളൊക്കെ ചെയ്തു കൂട്ടി. പക്ഷേ ഒരു മാറ്റവും ഉണ്ടായില്ല.
ഞങ്ങൾ ഇവിടെ ഇവൻ്റെ അസുഖം ഇത് കാരണം പിന്നെ ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസിൽ കുറിയാത്ത ഒരു പെണ്ണ് വന്ന്, ഞങ്ങളുടെ ജാതി ഒരു പെണ്ണ് വന്നിരുന്നു. അവർ പറഞ്ഞു നിങ്ങൾ പോട്ടയിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ച് വന്നാൽ മതി, അവിടെ വേറെ ചിലവൊന്നുമില്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു പോട്ട, ഞാൻ ചാലക്കുടിയിൽ ജോലി ചെയ്തിരുന്നു, എനിക്ക് പോട്ടൊക്കെ അറിയാം എന്നൊക്കെ പറഞ്ഞ് ഞാനും ഭാര്യയും കൂടി പോയി അവിടെ പോട്ട ശ്രമത്തിൻ്റെ ഗേറ്റ് കിടക്കുമ്പോൾ നായക്കമ്പറമ്പിൽ അച്ഛൻ അനൗൺസ്മെൻ്റ് ചെയ്തു, പുത്ര ദുഃഖത്താൽ 2 മാതാപിതാക്കൾ ഇതാ കടന്നു വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമായി. പിന്നെ അതോടുകൂടെ ഞങ്ങൾ ഇവിടെ വന്ന് മകനോട് പറഞ്ഞ് ഇത്. അപ്പോൾ പറഞ്ഞു എത്ര മണിക്കായിരിക്കും നിങ്ങൾ അവിടെ ചെന്നാൽ? അപ്പോൾ എത്ര സമയം പറഞ്ഞു. ആ സമയത്ത് എൻ്റെ കാലുമ്മക്കൂടെ എന്തോ അരിച്ചു കയറുന്ന ഇതുപോലെ തോന്നി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതോടുകൂടി ഞങ്ങൾക്ക് പിന്നെ വളരെ വിശ്വാസമായി യേശു ക്രിസ്തുവിനെ. അച്ഛനമ്മയും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളുടെ ഭവനത്തിലേക്ക് തിരിച്ചു വന്നത്. ഞങ്ങൾ യേശുനാഥനെ ഞങ്ങളുടെ രക്ഷകനാഥനായി സ്വീകരിച്ചു. അമ്മ പ്രാർത്ഥിച്ച് വരുമ്പോൾ എനിക്ക് പ്രസാദം, അവിടെ കർത്താവിൻ്റെ പ്രസാദം എന്ന് പോലെ അവിടെ കൊടുത്തിരുന്ന ബ്രെഡെല്ലാം എനിക്കൊന്ന് കൊണ്ടുവന്ന് തരുമായിരുന്നു. ഞാനത് ഭക്തിപൂർവ്വം കഴിക്കുമായിരുന്നു. അവിടെ പറഞ്ഞിരുന്ന സാക്ഷ്യങ്ങളെല്ലാം എന്നോടൊന്ന് പറയുമായിരുന്നു. അങ്ങനെ 1-2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ പലവിധ മാറ്റങ്ങളും എന്നിലുണ്ടായി. എൻ്റെ ഉണക്കക്കൊള്ളി പോലെ ഉണ്ടായിരുന്ന എൻ്റെ കാലുകളിന്മേൽ ഞരമ്പുകളും മസിലുകളും ഒക്കെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. യെശയ്യാ 40:29 തളർന്നവന് കർത്താവ് ബലം നൽകുന്നു, ദുർബലന് കർത്താവ് ശക്തി പകരുന്നു. പിന്നീട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ പഠിപ്പിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഉത്സാഹം എനിക്ക് തിരിച്ചു കിട്ടി. അങ്ങനെ വളരെ വേഗത്തിൽ തന്നെ പാഠഭാഗങ്ങളൊക്കെ പഠിച്ചെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു. എനിക്ക് ഉത്സാഹം തിരിച്ചു കിട്ടുമ്പോൾ ഫൈനൽ എക്സാം അടുത്തിരുന്നു. അതിനാൽ 2ാം വർഷത്തിൽ എഴുതാതെ പോയിരുന്ന 3 പേപ്പറുകളും അവസാന വർഷത്തെ 5 പേപ്പറുകളടക്കം മൊത്തം 8 പേപ്പറുകൾ എനിക്ക് എഴുതിയെടുക്കേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ ഈശോയുടെ അനുഗ്രഹത്താൽ ആ 8 പേപ്പറുകളും മനോഹരമായി എഴുതിയെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ബികോമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. മാത്രമല്ല നാട്യ ശ്രീനാഥ് കോളേജിൽ തന്നെ ഏറ്റവും ഉയർന്ന മാർക്കോട് കൂടി തന്നെ പാസ്സാക്കാനായിട്ട് ഈശോ ഈ പാവിയെ മകനെ അനുഗ്രഹിച്ചു. അങ്ങനെ ആ കോളേജിൽ തന്നെ എംകോമിന് പ്രവേശനം ലഭിക്കുകയും ചെയ്തു. റോമർ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. അതിനുശേഷം 1993 മുൻകൂർ ഡിവൈൻ ധ്യാനേന്ദ്രത്തിലേക്ക് ഞാൻ ധ്യാനത്തിനായിട്ട് പോകുന്നത്. അവിടെ വെച്ചാണ് കർത്താവിൻ്റെ വചനം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. കാരണം അതിന് മുമ്പൊക്കെ എന്നെ കൊണ്ടുപോകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ഒരു ഇരട്ടി തടി അന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെക്കേഷൻ സമയത്താണ് വെക്കേഷൻ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ധ്യാനത്തിൽ പങ്കെടുക്കുന്നത്. ഹെബ്രായർ 4:12 കർത്താവിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, അത് ഇരുതല വടിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണെന്ന്. ആ ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവവചനം എൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി. ഞാൻ എൻ്റെ ചെറിയ ചെറിയ പാപങ്ങൾ പോലും കർത്താവിനോട് ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ചു. രോഗികളായ ഒത്തിരി മക്കളെ എനിക്കവിടെ കാണുവാൻ ആയിട്ട് സാധിച്ചു. ഞാൻ അവർക്കെല്ലാം വേണ്ടി യേശുവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത്ഭുതകരമായിട്ട് ധ്യാനത്തിൻ്റെ 3-ാം ദിവസം രോഗശാന്തി പ്രാർത്ഥനയുടെ സമയത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എൻ്റെ വലിയ ഷൂസ് ഈശോ എടുത്തു മാറ്റുകയും അത്ഭുതകരമായി എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു. ഇവിടെ പ്രത്യേക സംഭവം എടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോഴും ചെറിയ ഷൂസ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അന്ന് ആ വലിയ ഷൂസ് ഈശോ എടുത്തു മാറ്റി ആ സമയത്ത് എനിക്ക് ഷൂസ് ഇല്ലെങ്കിലും മറക്കാനായിട്ട് സാധിക്കുന്നു. അതിന് മുമ്പൊക്കെ എനിക്ക് ഇരുന്ന് നിരങ്ങുവാൻ മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. അങ്ങനെ കർത്താവ് അത്ഭുതകരമായിട്ട് എന്നെ സുഖപ്പെടുത്തി. ഇപ്പോഴും വടി ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, എങ്കിലും വളരെ ഭംഗിയായിട്ട് തന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കുന്നു. യെശയ്യാ 59:1 രക്ഷിക്കുവാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. സങ്കീർത്തനങ്ങൾ 145:13-14 കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണ്, അവിടുന്ന് വീഴുന്നവരെ താങ്ങുന്നു, അവിടുന്ന് നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. ആ ധ്യാനത്തിന് പോയി പിന്നെ കുറച്ചൊക്കെ നടന്നു തുടങ്ങി. ഷൂ അന്ന് വലിയ ഷൂ ഉണ്ടായിരുന്നു, പിന്നെ ചെറിയ ഷൂ ആക്കി. പിന്നെ പണിക്കലച്ചനെന്ന് പറഞ്ഞു, പണിക്കലച്ചനെന്ന് ഞങ്ങൾ വിളിച്ച് അവനെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു. അതിൽ പിന്നെയൊക്കെ വളരെ സുഖമായി ചെറിയ ഷൂ ഒക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഭാര്യയ്ക്കാണെങ്കിൽ ഭയങ്കര വിശ്വാസമായിരുന്നു. ഭാര്യയ്ക്ക് ഈ മകൻ്റെ ഇത് ആയിരുന്നപ്പോൾ ഭാര്യയ്ക്ക് ഭയങ്കര വിശ്വാസമായി. ഭാര്യ അവിടുത്തെ പ്രേക്ഷിത കൂടിയായിരുന്നു. എൻ്റെ രോഗശാന്തിയുടെ വിവരം അറിഞ്ഞ ഒത്തിരി മക്കൾ ഇവിടെ എന്നെ കാണുവാൻ വന്നിരുന്നു. ഞാൻ അവരോടെല്ലാം
ഈശോ എന്നിൽ ചെയ്ത അത്ഭുതങ്ങൾ അടയാളങ്ങളും പങ്കുവെച്ചു. ആ സമയത്ത് എനിക്ക് ആത്മീയമായ ഉപദേശം തരുന്നത് ഫാദർ ഫ്രാൻസിസ് വാഴപ്പള്ളിയച്ചനായിരുന്നു. അവിടെ തന്നെ ബ്രദർ ഫ്രാൻസിസ് വടക്കം ബ്രദറും ആത്മീയമായി എന്നെ ഒത്തിരി സഹായിച്ച വ്യക്തികളാണ്. അവരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ എൻ്റെ ഭവനത്തിൽ ഒരു കൂട്ടായ്മ വിളിച്ചു കൂട്ടി. ഒത്തിരി മക്കൾ ആ കൂട്ടായ്മയിൽ പങ്കെടുത്തു. ഒരു 100 പേരോളം അന്ന് ആ കൂട്ടായ്മയിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ ഒരു ഹോളി ഫാമിലി എന്ന പേരിലുള്ള ഒരു കുടുംബ കൂട്ടായ്മയ്ക്ക്, വലിയൊരു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കുകയും ചെയ്തു. മാത്രമല്ല ഇവിടെ തൊട്ടടുത്തുള്ള ധാന്യം സെൻറ്റ് മേരീസ് ധ്യാനകേന്ദ്രം നിലവിൽ വരികയും ഞാൻ അവിടെ വരുന്ന മക്കളുമായി ഈശോയുടെ കാര്യങ്ങളൊക്കെ ഞാൻ പങ്കുവെച്ചു. എൻ്റെ അനുഭവ സാക്ഷി ഞാൻ പങ്കുവയ്ക്കുമായിരുന്നു. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും അവിടുത്തെ പ്രേക്ഷകന്മാരായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കുടുംബവും ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. പിന്നീട് M.Com പാസ്സായതിനു ശേഷം ഞാൻ CA കോഴ്സ് പഠിക്കാനാണ് ആഗ്രഹിച്ചത്, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കോഴ്സ്. അത് പഠിക്കാനായിട്ട് തൃശ്ശൂരിലേക്ക് പോയി. അവിടെ താമസിക്കുകയായിരുന്നു അമ്മയോടൊപ്പം. ആ സമയത്ത് എൻ്റെ അമ്മ ഒരു ധ്യാനത്തിൽ പങ്കെടുത്തു. ആ ധ്യാനത്തിൽ അമ്മയ്ക്ക് കൗൺസിലിംഗ് നടത്തിയിട്ട് സഹോദരി പറഞ്ഞു, മകനെ ഒരു അധ്യാപകനായിട്ടാണല്ലോ കർത്താവ് കാണിക്കുന്നതെന്ന്. അമ്മ വന്ന് ഈ കാര്യം എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഈശോയ്ക്ക് അനുഭവ സാക്ഷിയൊക്കെ പങ്കുവയ്ക്കുന്നുണ്ടല്ലോ, അതൊരു അധ്യാപക ജോലി പോലെയാണല്ലോ, അതായിരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മാനുഷികബുദ്ധിയിൽ അങ്ങനെ പറഞ്ഞു. എന്നാൽ 1-2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഒരു ഇൻ്റർവ്യൂ കാർഡ് എനിക്ക് ലഭിച്ചു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്ന ഇൻ്റർവ്യൂ കാർഡാണ്. ഞാൻ ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു. 7 ഒഴിവേ ഉണ്ടായിരുന്നുള്ളൂ. 70 പേരോളം ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തിരുന്നു. ഈശോ അത്ഭുതകരമായിട്ട് ആ ജോലി എനിക്ക് ഒരുക്കി തന്നു. അങ്ങനെ ഞാറയ്ക്കൽ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSയിൽ അധ്യാപകനായിട്ട് എനിക്ക് ജോലി കിട്ടി. അവിടെ പഠിപ്പിക്കേണ്ട സമയം 9 മണി മുതൽ 4:45 വരെ ആയിരുന്നു. ഞാൻ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ അമ്മ തൊട്ടടുത്തുള്ള സെൻറ്റ് മേരീസ് പള്ളിയിലേക്ക്, വളരെ പുരാതനമായൊരു പള്ളിയാണ് ഞാറയ്ക്കൽ സെൻറ്റ് മേരീസ് പള്ളി, അവിടെ പോയി അമ്മ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അവിടെ അതിനുശേഷം ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്, എൻ്റെ അമ്മയുടെ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ തിരുമുമ്പിലുള്ള ആ കണ്ണുനീരിൻ്റെ ഫലമാണ് ഈ അനുഗ്രഹങ്ങളെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അതിനുശേഷം B.Ed പഠിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. കാരണം ആ ജോലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒത്തിരി സപ്പോർട്ടാണ് കുട്ടികളുടെ ഭാഗത്തുനിന്നും മറ്റ് അധ്യാപകരുടെ ഭാഗത്തുനിന്നൊക്കെ എനിക്ക് കിട്ടിയത്. അതിനാൽ അധ്യാപക ജോലി ഞാൻ വളരെ ഇഷ്ടപ്പെട്ടു. അതിനാൽ B.Ed പൂർത്തീകരിക്കാൻ എൻ്റെ ആഗ്രഹിച്ചു. അങ്ങനെ ആലപ്പുഴ ആര്യാട് B.Ed സെൻറ്ററിൽ B.Ed പൂർത്തീകരിക്കുകയും പിന്നീട് അതിനുശേഷം സെറ്റ് പരീക്ഷ പാസ്സാവുകയും ഒത്തിരി സ്കൂളുകളിൽ താൽക്കാലിക ജോലി കർത്താവ് ഒരുക്കി തന്നു. ശാന്തിപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള്, തളിക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള്, കണ്ടശാങ്കടവ് സ്കൂള്, ഇടുക്കി ചെറുതോണി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങിയ സ്കൂളുകളിലൊക്കെ താൽക്കാലിക ജോലി കർത്താവ് ഒരുക്കി തന്നു. 2003 ഞാൻ PSC പരീക്ഷ എഴുതുന്നത്. അങ്ങനെ 2005 കർത്താവ് അത്ഭുതകരമായിട്ട് PSC ജോലി +2 ഹയർ സെക്കൻഡറി അധ്യാപകനായിട്ട് ജോലി എനിക്ക് ഒരുക്കി തന്നു. ഞാൻ പഠിച്ച അതേ സ്കൂളിൽ തന്നെ മലപ്പാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 അധ്യാപകനായിട്ട് കർത്താവ് ഈ പാപിയം എന്നെ അനുഗ്രഹിച്ചു. ഒരു താൽക്കാലിക ജോലിയെങ്കിലും കിട്ടിയാൽ മതി എന്ന് ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. എന്നാൽ കർത്താവ് ഗസറ്റഡ് പദവിയിലുള്ള കൊമേഴ്സ് അധ്യാപക ജോലി തന്നെ തന്ന് കർത്താവ് ഈ പാപിയം എന്നെ അനുഗ്രഹിച്ചു. എന്നെ മാത്രമല്ല എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചു. ഒത്തിരി സമാധാനവും സന്തോഷവും എൻ്റെ കുടുംബത്തിൽ അവിടെ നിന്ന് നിറച്ചു തന്നു. എനിക്ക് ജീവിത പങ്കാളിക്ക് വേണ്ടി ഒത്തിരി അമ്മ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. നല്ലൊരു വിശ്വാസമുള്ള മകള്, അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള മകള് വേണ്ടിയാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അമ്മയൊന്നും കുടുംബ പ്രാർത്ഥന സമയത്ത് കർത്താവെ ഈ മകന് വേണ്ടി അവിടെ നിന്ന് ഒരുക്കി വച്ചിരിക്കുന്ന മകളുടെ മേൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ കർത്താവ് അത്ഭുതകരമായിട്ട് നല്ല വിശ്വാസമുള്ളൊരു മകളെ തന്നെ കർത്താവ് ഒരുക്കി തന്നു. മോൻ്റെ അമ്മയ്ക്കൊന്നും പറയാനില്ല. മോളെ കണ്ടതും അമ്മ കുറേ കരഞ്ഞു, ഞാനും കുറേ കരഞ്ഞു. അപ്പോൾ മോളോട് ചോദിച്ചു, മോൾക്ക് ഇഷ്ടമാണോ ചോദിച്ചു. മോള് പറഞ്ഞു, എന്താ ആലോചിച്ചെന്ന് എനിക്കറിയില്ല. മോള് പറഞ്ഞു, എനിക്കിഷ്ടമാണോ പറഞ്ഞു അമ്മയോട്. അപ്പോൾ അമ്മ പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യും, ഞങ്ങൾ ആര് പറഞ്ഞിട്ട് മോൾ ഇതിൽ ഇറങ്ങണ്ട, മോളുടെ ജീവിതമാണ്. അപ്പോൾ മോൾ നല്ലപോലെ ആലോചിച്ചിട്ട് ഈ തീരുമാനം എടുത്താൽ മതി മോളെ പറഞ്ഞു. അപ്പോൾ അവൾ വിഷമത്തിൽ പറഞ്ഞു, എനിക്ക് ഇഷ്ടമാണമ്മേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ മോളെ കല്യാണം ഉറപ്പിച്ചു. കല്യാണം കഴിച്ചു കൊടുത്തു. കുറച്ച് നാളൊക്കെ അമ്മയോട് അങ്ങനെ ഇരുന്നു. പിന്നെ മോൾ അവിടെ നെന്മാറയ്ക്ക് പഠിക്കാൻ വരുമായിരുന്നു ഇവിടുന്ന് ഡിഗ്രിക്ക്. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ നല്ല മാർക്കോട് കൂടി പാസ്സായവൾ. നല്ല മാർക്കോട് പാസ്സായപ്പോൾ മോൻ പറഞ്ഞു, ഇനിയിപ്പോൾ എന്തായാലും B.Ed അയക്കാൻ പറഞ്ഞു.
അപ്പോൾ അവിടെ അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ കൊണ്ടുപോയിട്ട് ആലപ്പുഴയിൽ കൊണ്ടുപോയി B.Edന് കൂടി ചേർത്തി. 1 വർഷം പൂർത്തിയാക്കി B.Ed. അതിന് ശേഷം ഒരു കൊച്ചുണ്ടായി. പിന്നെ അങ്ങനെ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയ്ക്ക് തീരെ വയ്യാത്ത അമ്മയായിരുന്നു. കിഡ്നിക്കൊക്കെ ബാധമായിട്ട് ഇവിടുത്തെ അമ്മയ്ക്ക്. അങ്ങനെ അമ്മയെ കുറച്ച് ശുശ്രൂഷിച്ചു. അമ്മ പെട്ടെന്ന് മരിച്ചു. 2 മക്കളെയും കണ്ടു. അമ്മയ്ക്ക് ഒന്നും പറയാനൊന്നും പറ്റില്ല മക്കളോട്. മക്കളെയൊക്കെ കണ്ടു, സന്തോഷമായി. മോൾക്ക് ജോലി കിട്ടിയതൊന്നും കണ്ടില്ല. അത് ഇവളുടെ അച്ഛനൊരു ഇതുണ്ടായിരുന്നു, മോളെ കാണണം, മോള് ജോലി കിട്ടിയൊന്ന് കാണണം. അച്ഛനും പറ്റിയില്ല, അമ്മയ്ക്കും പറ്റില്ല. അത് വല്ലാത്തൊരു വിഷമമായി. വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. എൻ്റെ ജീവിത പങ്കാളിയുടെയും അമ്മയുടെയും വിശ്വാസം കണ്ടിട്ടാണ് എനിക്ക് വിശ്വാസത്തിലേക്ക് കൂടുതൽ ആഴപ്പെടാൻ ഉള്ള സാഹചര്യം ഉണ്ടായത്. പിന്നീടാണ് അവരുടെ പ്രാർത്ഥനയെല്ലാം കണ്ട്, അവരാരും നിർബന്ധിച്ചിട്ടൊന്നുമല്ല, അവരുടെ പ്രാർത്ഥന കണ്ട് ഞാനും പ്രാർത്ഥിക്കാൻ ആരംഭിച്ചപ്പോൾ എനിക്ക് നല്ല ആത്മീയമായി നല്ലൊരു അനുഭൂതിയാണ് ഉണ്ടായത്. പിന്നെ 2006 ധ്യാനം കൂടാനായിട്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ഞാൻ പോകുന്നത്. അതോടുകൂടി വിശ്വാസത്തിലേക്ക് കൂടുതൽ അടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു. പ്രാർത്ഥിക്കുവാനും അതുപോലെ പ്രാർത്ഥനകൾ മുമ്പേ എനിക്ക് കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ചത് കാരണം അറിയായിരുന്നു. എങ്കിൽ പോലും പ്രാർത്ഥനയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവരുടെ അനുഭവങ്ങൾ കേൾക്കുകയും അതുപോലെ തന്നെ ഇവരുടെ വിശ്വാസ ജീവിതം കാണുകയും ചെയ്തപ്പോൾ എനിക്കും എന്താ പ്രാർത്ഥിച്ചു കൂടാന്നുള്ളൊരു തീരുമാനം വന്നു. അങ്ങനെയാണ് ഞാൻ വിശ്വാസത്തിലേക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് നല്ല ആത്മീയമായ അനുഭവങ്ങളുണ്ടായി. അതുപോലെ എൻ്റെ ജീവിത പങ്കാളിയാണെങ്കിലും ഫുൾ സപ്പോർട്ട് എനിക്ക് എല്ലാ കാര്യത്തിലും നൽകുന്നുണ്ട്. ഒരു മകന് വേണ്ടി ഇത്രയ്ക്ക് ബുദ്ധിമുട്ടിയ ഒരു അമ്മയുണ്ടോ എന്ന് സംശയിച്ചു പോകും. അത്രയധികം എന്നെ സ്നേഹിച്ച അമ്മയാണ്. ഞാൻ എൻ്റെ പഠിപ്പിൻ്റെ സമയത്തും ജോലിയുടെ സമയത്തൊക്കെ അമ്മ എൻ്റെ കൂടെ വന്ന് താമസിക്കുമായിരുന്നു എന്നെ സഹായിക്കുന്നതിനായിട്ട്. അങ്ങനെ 2011 എൻ്റെ അമ്മ രോഗിയായി. കിഡ്നി സംബന്ധമായ അസുഖം മൂലമാണ് രോഗിയായത്. 1 മാസത്തോളം അബോധാവസ്ഥയിലായിരുന്നു. അങ്ങനെ 2011 സെപ്റ്റംബർ 26 കർത്താവ് എൻ്റെ അമ്മയെ വിളിക്കുകയും ചെയ്തു. ഇതെനിക്ക് വലിയ ഒരു നിരാശയിലേക്ക് എന്നെ തള്ളി വീഴ്ത്തുകയും എന്തെന്നില്ലാത്ത ഒരു ദുഃഖഭാരം എന്നെ പിടികൂടുകയും ചെയ്തു. എന്നാൽ കർത്താവ് അത്ഭുതകരമായിട്ട് വലിയൊരു ആശ്വാസവും സമാധാനം തന്ന് എന്നെ അനുഗ്രഹിച്ചു. പ്രഭാഷകൻ 2:5 സ്വർണ്ണ അന്യയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന് ചുളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യനും. റോമർ 5:3-4 എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നുവെന്ന് നാം അറിയുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടുന്നു. അങ്ങനെ വലിയൊരു സമാധാനവും ആശ്വാസം തന്ന കർത്താവ് ഈ ഭാവിയവനെ അനുഗ്രഹിച്ചു. എൻ്റെ മക്കൾക്ക് എന്തെന്നില്ലാത്ത ദൈവാനുഗ്രഹം നൽകി കർത്താവ് അനുഗ്രഹിച്ചു. അങ്ങനെ പഠിക്കാനൊക്കെ അവർക്ക് നല്ല താല്പര്യമാണ്. ഈശോയുടെ കാര്യങ്ങൾ പറയാനാണ് എപ്പോഴും അവർക്ക് താല്പര്യം. പഠിക്കാനും ഒക്കെ നല്ല കഴിവ് നൽകി കർത്താവ് എൻ്റെ മക്കളെയും അനുഗ്രഹിച്ചു. ഇവിടെ എൻ്റെ അമ്മയുടെ മരണത്തോട് ബന്ധപ്പെട്ട് ഒരു ആത്മീയമായ ഉൾക്കാഴ്ച കിട്ടി. അങ്ങനെയാണ് വിശ്വാസത്തിലേക്ക് കൂടുതലായിട്ട് ഞാൻ നീങ്ങുന്നത്. അങ്ങനെ 2013 ജനുവരി 10 ഞാനും കുടുംബവും പലപ്പാട് സെൻറ്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ വെച്ച് തന്നെ, പൊതു കുർബാനയിൽ വെച്ച് തന്നെ വിശ്വാസം സ്വീകരിച്ചു. അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായിരുന്നു. കാരണം അതിന് മുമ്പ് വിശ്വാസമുണ്ടെങ്കിലും കുർബാനയൊക്കെ ആഴ്ചയിലൊരു ദിവസം ശാലോം TV-യിലൂടെ കാണുക മാത്രമേ ചെയ്തുമായിരുന്നുള്ളൂ. എന്നാൽ വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം വലിയൊരു ആത്മീയമായ ഉണർവ് ഞങ്ങളുടെ ജീവിതത്തിൽ വരികയും എന്തെന്നില്ലാത്ത സമാധാനവും സന്തോഷവും ഞങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചു. ദിവസവും ഞങ്ങൾ കുർബാനയ്ക്ക് പോകുന്നുണ്ട്, കുർബാനയിൽ പങ്കെടുക്കും. മാത്രമല്ല വിശുദ്ധ കുർബാനയിലൂടെയും കുമ്പസാരത്തിലൂടെയൊക്കെ ഒത്തിരി ഈശോയോടൊക്കെ അടുക്കാനായിട്ട് സാധിക്കുന്നു. പ്രാർത്ഥനാ ഗ്രൂപ്പിലൊക്കെ സ്ഥിരമായിട്ട് പങ്കെടുത്ത് മറ്റുള്ള മക്കൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, കർത്താവിൻ്റെ കൃപ മതി എനിക്ക്. പൗലോസ്ലീഹ ജീവിതത്തിലെ കുറവുകളെക്കുറിച്ച് പറയുന്നിടത്താണ് പൗലോസ്ലീഹ പറയുക, കർത്താവിൻ്റെ കൃപയിലാണ് ഞാൻ ജീവിക്കുക, എൻ്റെ ബലഹീനതകളിൽ കർത്താവിൻ്റെ കൃപ എന്നെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നുവെന്ന്. അജിത്ത് മാഷെക്കുറിച്ച് പറയുമ്പോൾ അജിത്ത് മാഷ് തൻ്റെ ജീവിതത്തിലെ തൻ്റെ ബലഹീനതകളെ കർത്താവിൻ്റെ കൃപയ്ക്കുള്ള അവസരമാക്കി മാറ്റിക്കൊണ്ട് ജീവിച്ചു പോകുന്നൊരു വ്യക്തിയാണ്. തൻ്റെ കുറവുകൾ അതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് മാഷക്ക്. പക്ഷെ അതൊന്നും തൻ്റെ ദൈവമഹത്വത്തിന് വേണ്ടിയുള്ള തൻ്റെ പ്രവൃത്തികളിൽ അതൊന്നും ഒരു വീഴ്ചയായിട്ടോ അല്ലെങ്കിൽ അതൊന്നും ഒരു കുറവുകളായിട്ടോ അദ്ദേഹം കാണുന്നില്ല. താനായിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന് കർത്താവിന് എവിടെയെല്ലാം സാക്ഷ്യം പറയാനായിട്ട് സാധിക്കുമോ അവിടെയെല്ലാം സാക്ഷ്യം പറയാനായിട്ട് മാസ്റ്റർ സദാ സന്നദ്ധനാണ്. പ്രത്യേകിച്ച് കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്
ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ, വലിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുക എന്നാണ്. ആ മനോഭാവം തന്നെയാണ് അജിത്ത് മാഷ് ജീവിതത്തിലും കാണുക. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും വിശ്വസ്തത കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പിതാവായ ദൈവം അദ്ദേഹത്തിന് വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുക. ഇടവകയിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, കുമ്പസാരം, അതുപോലെ ലോഗോസ് ക്വിസ് മത്സരങ്ങൾ, ആരും അധികം പ്രാധാന്യം കൽപ്പിക്കാത്ത ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പോലും അജിത്ത് മാഷ് വളരെയധികം ബുദ്ധിമുട്ടി സ്ട്രെയിൻ ചെയ്ത് പഠിച്ച് അതിലൊക്കെ ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കി എല്ലാവരുടെ മുമ്പിൽ മാതൃകയായിട്ട് മാഷ് പെരുമാറുന്നതും ജീവിക്കുന്നതും കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട്. ഇടവക ജീവിതവുമായിട്ട് ഏറ്റവും കൂടുതൽ ഇടപഴകി ജീവിക്കാനായിട്ട്, ഭാഗമായിട്ട് മാറുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് മാഷ് കാണുക. മക്കളെ പരിപാലിക്കുന്നിടത്തും മക്കളെ വിശ്വാസത്തിൽ വളർത്തുന്ന കാര്യങ്ങളിലാണെങ്കിലും എല്ലാം ഒരു മാതൃകപരമായ ജീവിതം, കുമ്പസാരം, കുർബാന, ഒറ്റ ദിവസം പോലും ദിവ്യബലി മുടങ്ങാതെ, അതും ഇടവകപള്ളിയിൽ തന്നെ ദിവ്യബലിയിൽ സംബന്ധിക്കുന്ന ഒരു മനോഭാവമാണ് അജിത്ത് മാഷിനുള്ളത്. അവിടേക്കും ഇവിടേക്കും ദിവ്യബലിക്ക് പോകുന്നത് കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷേ ഇടവക ജീവിതത്തിൽ തൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഔന്നത്യവും ആഴവും കണ്ടെത്തുന്നത് ഇടവക ജീവിതത്തിലാണ് എന്ന് തെളിയിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ വ്യക്തി. അതുകൊണ്ട് തന്നെ വിശ്വാസ ജീവിതത്തിലെ ആഴത്തിൽ ജീവിക്കുന്ന, കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് അജിത്ത് മാഷെ ഇടവക മുഴുവനും ഒരു മാതൃകയായിട്ട് കാണാനായിട്ട് സാധിക്കും. തൻ്റെ ബലമില്ലാത്ത കാലുകൾ വെച്ചുകൊണ്ട് തന്നെ ദേവാലയത്തിലേക്ക് വരികയും വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് അൾത്താരങ്കിലേക്ക് നടന്നു വരികയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ തൻ്റെ വിശ്വാസ തീക്ഷ്ണത, ഈശോയോടുള്ള തൻ്റെ അളവറ്റ സ്നേഹം, അതിരറ്റ സ്നേഹത്തെയാണ് നമുക്ക് അവിടെ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കുക. എനിക്ക് യാത്ര ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പ്രത്യേകിച്ച് ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇറങ്ങേണ്ട അവസ്ഥ എങ്ങനെ ഇറങ്ങും എന്നുള്ള ചിന്തയായിരുന്നു. പലപ്പോഴും ഇറങ്ങുന്ന സമയത്തൊക്കെ കണ്ടക്ടർ ബെല്ലടിക്കുകയും പലപ്പോഴും ബസ്സിൽ നിന്ന് തട്ടി പറഞ്ഞ് വീഴുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ എനിക്ക് എപ്പോഴും യാത്ര ചെയ്യാൻ വളരെയൊരു ടെൻഷനായിരുന്നു. ഇതിനും കർത്താവ് വലിയൊരു അനുഗ്രഹം എനിക്ക് ഒരുക്കി തന്നു. ഒരു വാഹനത്തിലൂടെ, അത് നമുക്ക് കൈകൊണ്ട് ഓടിക്കാവുന്ന തരത്തിലുള്ളൊരു വാഹനമാണ്. അത് കർത്താവ് അത്ഭുതകരമായിട്ട് എനിക്ക് ഒരുക്കി തന്നു. ആ വാഹനം വാങ്ങിയ സമയത്ത് പലരും പറഞ്ഞു, ഇങ്ങനെ ആപത്താണ്, സാധാരണ ആൾക്കാർക്ക് തന്നെ ഈ ഹൈവേയിലൂടെ ഓടിക്കാൻ പറ്റുന്നില്ല, ഇത് ആപത്താണ്, അത് ഓടിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു. അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. എങ്കിലും എന്തെന്നില്ലാത്തൊരു ആത്മധൈര്യവും ഭാര്യയുടെ ഭാഗത്തു നിന്നൊക്കെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ആ വാഹനമൊക്കെ ഭംഗിയായിട്ട് ഇപ്പോൾ എനിക്ക് ഓടിക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ 5-8 വർഷമായിട്ട് ഇപ്പോൾ വാഹനം ഓടിച്ചിട്ടാണ് ഞാൻ പോവാറ്. അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. കാരണം ദിവസവും കുർബാനയ്ക്ക് പോകാനും ഈശോയുടെ കാര്യങ്ങളിൽ പങ്കെടുക്കാനൊക്കെ എനിക്ക് അതുമൂലം സാധിക്കുന്നു. വിലാപങ്ങൾ 3:22-23. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഞങ്ങളുടെ വിശ്വാസത്തിൽ കൂട്ടായ്മയിലൊക്കെ എപ്പോഴും പറയുക, മാഷെ കണ്ടുപഠിക്കാനാണ് പറയുക. ഞങ്ങളൊക്കെ എന്തോരം വിശ്വാസത്തിലുണ്ടായിരിക്കണം മാഷ്. ഇന്ന് ഈ കൂട്ടായ്മയിലും അല്ലെങ്കിൽ എവിടെയൊക്കെ ഓടിയെത്തുന്നുണ്ടോ, സാക്ഷ്യം ക്ലാസ്സുകളും ശുശ്രൂഷകൾക്കായിട്ട് എത്തുന്നുണ്ടോ, അവിടെയൊക്കെ മാഷ് ഇപ്പോഴും ഈ ഒരു അവസ്ഥയിലാണ് പോകുന്നത്. ഒരു പള്ളിയിലേക്ക് പോലും വാഹനം കേടായിട്ടുണ്ടെങ്കിൽ മാഷ് വരുന്നത് അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ ദൈവം എന്തോരം കൃപകൾ തന്നു. ഞാൻ എപ്പോഴും ആലോചിക്കും, 2 കൊറിന്തോസ് 12:9 വചനം പറയുന്നുണ്ടല്ലോ, നിനക്കെൻ്റെ കൃപ മതിയെന്ന്. ആ കൃപ മതി എന്ന് പറഞ്ഞതിൽ വിശ്വാസം അർപ്പിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എപ്പോഴും അജിത്ത് മാഷ് എന്നാണ് ഞാൻ പറയുക മറ്റുള്ളവരുടെ മുന്നിൽ. ആ ഒരു ബുദ്ധിമുട്ടുണ്ടായാലും മാഷ് അതൊന്നും ഒരിക്കലും മാഷ് അത് ബാധിക്കുന്ന തരത്തിൽ മാഷ് ഇന്നേ വരെ മാഷ കണ്ടിട്ടില്ല. മാഷ് എപ്പോഴും എല്ലാവരോടും ചേർന്ന് വളരെ ശക്തമായിട്ട് പറയും, ദൈവവചനം അനുസരിച്ച് ജീവിക്കുക, വിശ്വാസത്തോടുകൂടി വിശുദ്ധ കുർബാനയിൽ എപ്പോഴും പങ്കുകാരാവുക, നമുക്ക് ദൈവം ഒന്നും തരാതിരിക്കുകയില്ല, അവിടത്തോട് ചേർന്ന് നിൽക്കുക, അവിടുന്ന് നമ്മോടും ചേർന്ന് നിൽക്കുമെന്നാണ് അജിത്ത് മാഷ് എപ്പോഴും പറയുക. ആ ഒരു വിശ്വാസമാണ് ഞാനും മാഷും തമ്മിലുള്ള ഒരു ബന്ധം. ഇവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ദൂരത്താണ് സാറിൻ്റെ വീട്. കാലത്ത് കൊച്ചു പിള്ളേരെയും കൊണ്ട് വിശുദ്ധ കുർബാനയിലേക്ക് വരും. വന്നു കഴിഞ്ഞാൽ അവർ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കും. മാത്രമല്ല ആ മക്കൾ ഈ ക്വിസിൽ 1ാമത് സമ്മാനമൊക്കെ ഇടവേൽ മേടിച്ചിട്ടുണ്ട്. അത്രമാത്രം അവർ വചനത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. മാഷ സ്വാധീനം അവിടെ വളരെ പ്രകടമാണ്. മാഷ വീട്ടിൽ ചെല്ലുമ്പോഴും മാഷ ഫാദറുമായിട്ട് സംസാരിക്കുമ്പോഴും ആ വിശ്വാസത്തിൻ്റെ സ്വാധീനം ആ കുടുംബത്തിന് കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. രണ്ടാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മാഷയുടെ ഒരു കൃത്യനിഷ്ഠയാണ്. ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ചെയ്തു തീർക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പൂർത്തിയാകുന്നതിന് മുമ്പ്
ചോദിക്കും എന്തായി, എങ്ങോട്ടും വരെ എത്തി, അല്ലെങ്കിൽ നമുക്കിനി എന്ത് വേണം. മാഷ് കോർ ഗ്രൂപ്പ് ലീഡർ ആയിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും ചെയ്തിരുന്ന, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. മറ്റൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, മാഷ് വിശ്വാസം സ്വീകരിച്ചോട് കൂടിയിട്ട് ഒത്തിരി അക്രൈസ്തവർ മാഷിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അവരെ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനും ഈ ഇടവയിൽ തന്നെ ആ പുതിയതായിട്ട് വിശ്വാസം സ്വീകരിച്ചവരുടെ കൂട്ടായ്മ തന്നെ ഉണ്ടാകുവാനായിട്ടും ഇടയായിട്ടുണ്ട്. അതിന് പ്രത്യേകം പ്രചോദനവും നേതൃത്വമൊക്കെ യഥാസമയം കൊടുത്തിരുന്നത് മാഷാണ്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടങ്ങളും സഹനങ്ങളും തകർച്ചകളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരിക്കലും നമ്മൾ നിരാശരാകരുത്. 1 പത്രോസ് 5:6 ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. കർത്താവ് ഒത്തിരി സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് തരുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്, ഈശോയെ നമ്മളെ സ്നേഹിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. കൂടുതൽ സഹനങ്ങൾ നമുക്ക് തരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈശോക്ക് നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നു എന്ന്. മാത്രമല്ല, സഹനങ്ങൾ സ്വർഗത്തിലേക്ക് പറന്നുയരാനുള്ള ചിറകുകളാണ്. സഹിക്കുന്ന മക്കളെ കർത്താവ് തൻ്റെ കൃഷ്ണമണി പോലെ സ്നേഹിക്കുന്നു. ഇന്ന് ഞാൻ എൻ്റെ രോഗത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കാരണം രക്ഷകനായ ഇന്ന് ജീവിക്കുന്ന യേശുനാഥനേക്ക് എന്നെ കൊണ്ടുവന്ന് എത്തിച്ചത് എൻ്റെ രോഗമാണ്. ഈ രോഗം എനിക്ക് ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരിക്കലും എൻ്റെ രക്ഷകനായ യേശുനാഥനേക്ക് കാണുവാൻ സാധിക്കുമായിരുന്നില്ല. ഇനി എൻ്റെ ഈ തന്ന ശക്തി യേശുനാഥൻ തിരിച്ചെടുത്ത് ഞാൻ പണ്ടത്തെ ഇരുന്ന് നിരങ്ങുന്ന അവസരമെത്തിയാലും ഞാൻ ജീവിതകാലം മുഴുവൻ യേശുനാഥനെ പ്രഘോഷിക്കും. കാരണം അവിടുന്നാണ് യഥാർത്ഥ രക്ഷകനെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞിരിക്കുന്നു. ലൂക്ക 1:31 നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. ഈശോയുടെ തിരുനാമത്തിന് വലിയൊരു ശക്തിയുണ്ട്. കാരണം പിതാവായ ദൈവം നൽകിയ നാമമാണ് യേശുനാമം. നമുക്കൊക്കെ നമ്മുടെ അപ്പനമ്മമാരിട്ട പേരാണ്. എന്നാൽ ഈശോയുടെ നാമത്തിന് പ്രത്യേകത, അത് പിതാവായ ദൈവം കൊടുത്ത നാമമാണ് യേശുനാമം. ആ യേശുനാമം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായിട്ടുള്ള ശക്തി നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല, എല്ലാ നാമത്തിനും ഉപരിയായ നാമമാണ് യേശുനാമം. ഫിലിപ്പിയർ 2:9 ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. മാത്രമല്ല, രക്ഷയ്ക്കുള്ള ഏകനാമമാണ് യേശുനാമം. അപ്പോസ്തല പ്രവർത്തനം 4:12 മറ്റൊരുവനും രക്ഷയില്ല, കാരണം ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്കായി യേശുനാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. പിശാചുകൾ ഞെട്ടിവളയ്ക്കുന്ന നാമമാണ് യേശുനാമം. ലൂക്ക 10:17 72 പേരും സന്തോഷത്തോടെ തിരിച്ചുവെന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുന്ന നാമമാണ് യേശുനാമം. യോഹന്നാൻ 15:16 എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടെ നിങ്ങൾക്ക് നൽകും. മാത്രമല്ല, പരിശുദ്ധാത്മാവിനെ നൽകുന്ന നാമമാണ് യേശുനാമം. യോഹന്നാൻ 14:26 എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. മാത്രമല്ല, രോഗശാന്തി നൽകുന്ന നാമമാണ് യേശുനാമം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 3:5 പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസറായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. എല്ലാ അധികാരങ്ങൾക്കും മേതിയുള്ള നാമമാണ് യേശുനാമം. ഫിലിപ്പിയർ 2:10-11 ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിനു മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാദത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി എല്ലാ നാമങ്ങളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്.